രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നാളെ തൃശൂരിലാണ്. യോഗത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികൾ യോഗത്തിൽ പങ്കെടുക്കും. മെയ് 18 മുതൽ 24 വരെ എന്റെ കേരളം പ്രദർശന വിപണന മേളയും തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിക്കും. നാളെ രാവിലെ 10 മുതൽ 12 വരെ തൃശൂർ കാസിനോ ഹോട്ടലിലാണ് ജില്ലാതല യോഗം നടക്കുക. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം അതിഥികൾ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെ വികസന പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാതല യോഗവും എന്റെ കേരളം പ്രദർശന വിപണന മേളയും സംഘടിപ്പിക്കുന്നത്. 9 വർഷം പിന്നിട്ട LDF ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനുമായി നേരിട്ട് സംവദിക്കുക എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് മറ്റ് ജില്ലകളിലൊക്കെ നടന്നു വരുന്നത് പോലെ നാളെ രാവിലെ 10:30 മണിക്ക് കാസിനോ ഹോട്ടലിൽ വെച്ച് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10:30 മണി മുതൽ 12:30 മണി വരെ മുഖ്യമന്ത്രി വിവിധ ജനവിഭാഗങ്ങളിലെ പ്രവർത്തകരുമായി നേരിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലാണ് പ്രദർശന വിപണന വേള നടക്കുക. വിവിധ വകുപ്പുകളുടെ ടീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ 189 സ്റ്റാളുകൾ വിപണന മേളയിൽ ഉണ്ടായിരിക്കും. വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് അത് നമ്മുടെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് ഈ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. വിവിധ ദൗത്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിലേക്ക് അതാത് വിഭാഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനും സഹായകരമായ രീതിയിൽ വാർത്തകൾ വന്നാൽ അത് ഈ വിവരങ്ങൾ സർക്കാർ നടത്തുന്ന ഈ ദൗത്യങ്ങളുടെ വിശദാംശങ്ങൾ അതാത് വിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകരമായിരിക്കും. മെയ് 18 മുതൽ എല്ലാ ദിവസവും വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 19 മുതൽ 23 വരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സെമിനാറുകളും സംഘടിപ്പിക്കും. ജനം, തൃശൂർ.